കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മളപ്പോൾ ലക്ഷ്മണൻ വിഭീഷണനോട് പറയുകയാണ്, ദുഃഖിക്കണ്ടെന്നല്ലേ, ഉപദേശിക്കണതല്ലേ. എന്താ വെച്ചാൽ ഈ ജന്മത്തിൽ ഞങ്ങൾ ഒരു അമ്മയുടെ വയറ്റിൽ ജനിച്ച സഹോദരന്മാരാണെന്നുള്ള ബന്ധം ഇത്ര കാലം അങ്ങനെ ജീവിച്ചു, ഇനി അതില്ലല്ലോ എന്ന വിചാരം കൊണ്ട് ദുഃഖം ചാൽ അതൊക്കെ അജ്ഞാനം കൊണ്ടുണ്ടാവണ ദുഃഖമാണ്. പല ധാന്യങ്ങൾ നമ്മൾ മുളപ്പിച്ചാൽ ചെടികൾ വളരും, ചിലത് കുറച്ച് വളരുമ്പോഴേക്കും തന്നെ ചത്തുപോവും ചില മുളച്ച ചെടികൾ, പിന്നെ ചിലത് മുഴുവനെ വളർന്ന് അനവധി മണിമുത്തുകളുണ്ടാവും. അത് കഴിഞ്ഞ് ഒരേ കതിരുമ്പ് തന്നെ അത് കഴിഞ്ഞ് വേറെ ചിലതിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെയോ അതൊക്കെ പാകം വന്നാൽ എല്ലാം എടുത്ത് ഓരോന്നും ഓരോ ദിക്കിലാവും. ഒരിക്കലിപ്പോൾ ഒരു ചെടിയുമ്പിൽ വളർന്ന വിത്തൊന്നും ആ കൊയ്ത്ത് കഴിഞ്ഞാൽ ഒരേ ദിക്കിലായിക്കൊള്ളണമെന്നില്ല, എവിടേക്കോ ആവും. ചിലത് പതിരാവും, അതങ്ങനെ പോവും, ചേറിയിട്ട് പതിരായിട്ട് പോവും. അപ്പോൾ ഒന്നും നമ്മൾ ഒരുമിച്ചൊന്നും ഉണ്ടാവില്ല. ചില ചെടികൾ ആ ബീജം, അതായത് ആ സീഡ് വിത്ത് മുളക്കണതിന് മുമ്പേ തന്നെ മരിക്കും അല്ലേ, ചാവും. അങ്ങനെയൊക്കെ അങ്ങനെ ഒന്നിച്ചു കൂടലും ചേർച്ചയും പിരിവും ഒക്കെ ഈ ലോകത്തിൽ നടന്നുകൊണ്ടേയിരിക്കണതാണ്. അതുകൊണ്ട് ഈ ബീജങ്ങൾ തമ്മിലുള്ള പോലെ തന്നെ നമ്മൾക്കുള്ളൂ. വിവേകം കൊണ്ട് ഈ ദുഃഖത്തിനെ മറികടക്കണം എന്ന് പറയാണല്ലോ ലക്ഷ്മണനെ വിഭീഷണനോട്. വിഭീഷണന് ദുഃഖമുണ്ട, കാരണം സ്വന്തം സഹോദരനല്ലേ. ഇനി 14 വായിക്കാം. ത്വം ചായം വയമന്യേ ച തുല്യ കാലവശോദ്ഭവാ ജന്മമൃത്യു യഥാ യസ്മാത് തഥാ തസ്മാത് ഭവിഷ്യതഃ. കാലവശോദ്ഭവ, അതായത് കാലത്തിന് അധീനായിട്ടാണ് ഉത്ഭവം. ത്വം ച, നീയും അയം. നമ്മൾ വിചാരിച്ചിട്ടൊന്നുമല്ല ജനിക്കണതേ, കാലസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോരോ ദിക്കിലും ഓരോ അമ്മയുടെയൊക്കെ വയറ്റിൽ ജനിക്കണത്. ത്വം ച, നീയും, അയം ച, ഇവനും, അതായത് രാവണനും, വയം ച, നമ്മളൊക്കെയും, അന്യേ ച, ബാക്കി എല്ലാ ജീവജാലങ്ങളും, തുല്യ, സമന്മാർ, നമ്മളൊക്കെ ഒരുപോലെയാണ്. ജന്മമൃത്യു, ജനനവും മരണവും, യഥാ യസ്മാത്, എപ്പോ, എന്തൊരു കാരണം കൊണ്ട്, തഥാ തസ്മാത്, അപ്പോൾ ആ കാരണം ഹേതുവായിട്ട്, ഭവിഷ്യത, നമുക്കിതിലൊന്നും ഒരു നിയന്ത്രണമില്ല. എത്ര വലിയ സത്യ പറയണ. അതായത് മുമ്പ് പറഞ്ഞ പോലത്തെ സംയോഗവും വിയോഗവും നിനക്കും രാവണനും മാത്രമുള്ളതല്ല വിഭീഷണ. കാലസ്വരൂപനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജനിക്കണതും മരിക്കണതും ഒക്കെ നമ്മളെല്ലാവരും, നീയും രാവണനും നമ്മളെല്ലാവരും ഈ ലോകത്തിലെ സകല ജീവജാലങ്ങളും സംയോഗവും വിയോഗവും ഉള്ളവർ തന്നെയാണ്. ഏത് കാലത്തിൽ എവിടെ ജനിക്കണമെന്നും ഏതൊരു കാരണം കൊണ്ട് മരിക്കണമെന്നും കാലസ്വരൂപനായ ഈശ്വരനാൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നുവോ ആ കാലത്ത് നമ്മൾ ജനിക്കും. ഇന്ന ദിക്കിൽ ജീവിക്കണമെന്ന് ഭഗവാൻ തീർച്ചയാക്കിയിട്ടുണ്ടാവും, അവിടെ ജീവിക്കും. ആ എന്തെങ്കിലും ഒരു കാരണം വന്ന് മരിക്കണമെന്ന് ഭഗവാൻ തീർച്ചയാക്കിയിട്ടുണ്ടാവും, ആ കാരണം കൊണ്ട് നമ്മൾ മരിക്കും. ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. അതുകൊണ്ട് നിൻ്റെ വീരനായിട്ടുള്ള ഈ സഹോദരൻ ഒരു മനുഷ്യൻ്റെ കൈകൊണ്ട് മരണം അടഞ്ഞൂലോ, ശ്രീരാമൻ്റെ കൈകൊണ്ടേ ഈ കാലത്തിൽ മരിച്ചൂലോ എന്ന് ഇങ്ങനെയുള്ള ദുഃഖമൊന്നും നിനക്കുണ്ടാവണത് ശരിയല്ല. അതൊക്കെ അജ്ഞാനം കൊണ്ടാണ്. ഈ ലോകത്തിലെ സർവ്വജീവജാലങ്ങൾക്കും സംയോഗവും വിയോഗവും ഉണ്ട്. ഒന്നും നമ്മുടെ അധീനതയിലല്ല. നമ്മളെവിടെ ജനിക്കണം, എവിടെ ജീവിക്കണം, എത്ര കാലം ജീവിക്കണം, ആരുടെ കൂടെ ജീവിക്കണം, എല്ലാം ഭഗവാന്റെ നിശ്ചയമാണ്.
എത്ര നല്ലതാണല്ലേ. നമുക്കൊക്കെ അത് കുറേ വായിക്കുമ്പോൾ നമുക്കെങ്കിലും കുറച്ചെങ്കിലും ബോധം വരണേന്ന് വിചാരിക്കുകയാണ് ഞാൻ. ത്വം ചായം വയമന്യേ ച തുല്യാഹ കാലവശോദ്ഭവാ ജന്മമൃത്യുയദായസ്മാത് തഥാ തസ്മാത് ഭവിഷ്യത. എങ്ങനെയാണ് ഭഗവാൻ പ്ലാൻ ചെയ്ത് വെച്ചാൽ അതുപോലെ ഭവിക്കും. ഈശ്വര സർവഭൂതാനി ഭൂതൈ സൃജതി ഹന്ത്യജ ആത്മസൃഷ്ടൈരസത്വതന്ത്രൈ അനപേക്ഷോഭി ബാലവത്. അജഹ ഈശ്വര, ജന്മരഹിതനായിട്ടുള്ള. അജൻ എന്ന് പറഞ്ഞാൽ എന്താ? ജന്മമില്ലാത്തവൻ, ജനിക്കാത്തവൻ. അപ്പോൾ ജന്മരഹിതനായിട്ടുള്ള ഈശ്വരൻ അനപേക്ഷ അഭി, ഉദ്ദേശത്തോടു കൂടാത്തവനാണെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശത്തെ അല്ലെങ്കിലും ബാലവത്, ഒരു കുട്ടിയെപ്പോലെ ആത്മസൃഷ്ടി, ആത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടവയും അസ്വതന്ത്രൈ, ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തവയുമായ ഭൂതൈഹി, ഈ സർവഭൂതജാലങ്ങളെയും കൊണ്ട് സർവഭൂതാനി, സകല ഭൂതങ്ങളെയും സൃജതി, സൃഷ്ടിക്കുന്നു, ഹന്തി, സംഹരിക്കുന്നു. അതായത് ജനനവും മരണവും എന്നുള്ള ഒരു വികാരങ്ങളും ഇല്ലാത്ത നിർവികാരനും നിത്യ ആനന്ദ സ്വരൂപനും സർവശക്തനുമായിട്ടുള്ള ഈശ്വരൻ ഈ സൃഷ്ടിയാദി കർമ്മങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിട്ടല്ല, ഒരു ഫലം ഉദ്ദേശിച്ചിട്ടല്ല, ഒരു കുട്ടിയെപ്പോലെ താൻ സൃഷ്ടിക്കപ്പെട്ടവയും സ്വാതന്ത്ര്യം ഇല്ലാത്തവയുമായ ഈ നമ്മളെ കൊണ്ട് ബാക്കി ഭൂതങ്ങളെ, സ്വാതന്ത്ര്യമില്ലാത്ത ബാക്കിയുള്ളവരെ സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു. ഭഗവാന്റെ ലീലയാണ്, പ്രത്യേക ഉദ്ദേശമൊന്നുമില്ല. ഭഗവാൻ നമ്മളെയൊക്കെ സൃഷ്ടിക്കണു, നമ്മളെ കൊണ്ട് വേറെ ചിലരെ സൃഷ്ടിക്കണു. അതായത് ഈ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട സ്ത്രീ പുരുഷന്മാരായിട്ടുള്ള ഈ ജീവികൾ തമ്മിലുണ്ടാകുന്ന സംയോഗം കൊണ്ടാണ് മറ്റ് പ്രാണികളെ സൃഷ്ടിക്കണം, അല്ലേ? വേറെയും പിന്നെയും ഈ ഭൂതങ്ങളുടെ, അതായത് ഇങ്ങനെ സൃഷ്ടിച്ച ജീവജാലങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പെരുമാറ്റം കൊണ്ടും അവർ തന്നെ നശിപ്പിക്കുകയും ചെയ്യും. അതായത് നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കും സഹായത്തിനും കാരണം അല്ല, ഇതൊക്കെ ഭഗവാൻ തന്നെയാണ് ചെയ്യണത് നമ്മുടെ ഉള്ളിലിരുന്നിട്ട്. ഭൂതങ്ങൾക്ക് നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല. അപ്പം നമുക്ക് ഓക്കെ, ഞാൻ വിവാഹം കഴിച്ചിട്ട് എനിക്ക് 5 കുട്ടികളുണ്ടാവാം. നമുക്ക് ഉണ്ടായി, ചിലപ്പോൾ 10 ഉണ്ടാവും, ചിലപ്പോൾ ഒരു കുട്ടി ഉണ്ടാവില്ല. ഇതൊന്നും നമുക്ക് കൺട്രോളില്ല. അതായത് ഭൂതങ്ങൾക്കൊന്നും, ഭഗവാൻ സൃഷ്ടിച്ച ഭൂതങ്ങൾക്ക് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കൊന്നും സ്വാതന്ത്ര്യമില്ല. അതായത് നമുക്ക് ഈ ജീവജാലങ്ങൾക്കൊന്നും ഒരു പുല്ലിനെ പോലും ചലിപ്പിക്കാനുള്ള കഴിവില്ല. ഈശ്വരൻ്റെ പ്രേരണ കൂടാതെ യാതൊരു ജീവികൾക്കും യാതൊരു പ്രവൃത്തിയും ചെയ്യാൻ കഴിയില്ല. അതാണ് സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് പരിപൂർണമായിട്ടുള്ള കാരണം ഭഗവാനാണ്. അതുകൊണ്ട് ഈശ്വരന് എന്താണ് ആവശ്യം എന്ന് നമുക്ക് തോന്നും. ശരിക്കും പറയാച്ചാൽ നിത്യാനന്ദ സ്വരൂപനും സർവശക്തനും ആയിട്ടുള്ള ഈശ്വരന് ഒരു ആഗ്രഹങ്ങളോ ഒരു ഉദ്ദേശമോ ഒന്നുമില്ല. ഒരു കുട്ടിയെപ്പോലെ, കുട്ടി ഒരു കളിപ്പാട്ടെടുത്ത് കളിക്കണ പോലെ ഭഗവാൻ സൃഷ്ടിയാദി ലീലകൾ നടത്തുന്നു. അതായത് ഒരു കുട്ടി മണ്ണോണ്ടോ മറ്റോ ഒരു പുരുഷനെ സ്ത്രീയോ ഒക്കെ ഉണ്ടാക്കിച്ചാൽ കുറച്ച് കഴിഞ്ഞ് കുറച്ച് നേരം അതെടുത്ത് കളിച്ച് പിന്നെ ചിലപ്പോൾ അത് ഉടയ്ക്കും, ഇല്ലേ? ചിലപ്പോൾ ഉടയ്ക്കും, ചിലപ്പോൾ അത് കുറച്ച് ദിവസം അവിടെ വയ്ക്കും, ചിലപ്പോൾ വേറൊരു തരത്തിൽ അതിനെ തന്നെ അലങ്കരിച്ച് വേറൊരു തരത്തിലാക്കും. അതായത് അതിനൊരു ഉദ്ദേശമൊന്നുമില്ല ആ കളിക്ക്. കുറച്ച് കഴിഞ്ഞാൽ മടുത്താൽ നീട്ട് പോവുകയും ചെയ്യും, അല്ലേ? എന്തിനാണ് അങ്ങനെ കളിച്ചാൽ ചോദിച്ചാൽ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. അതുപോലെയാണ് ഭഗവാൻ ഒരു കുട്ടി കളിപ്പാട്ടിട്ട് കളിക്കണ പോലെ ഭഗവാൻ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നീ ദുഃഖിക്കരുത്. ഈശ്വര സർവഭൂതാനി ഭൂതൈ സജതി ഹന്ത്യജ ആത്മസൃഷ്ടൈരസ്വതന്ത്രൈ, നമ്മളെല്ലാം അസ്വതന്ത്രമാണ്. അനപേക്ഷോ ബിബാലവത്, അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ട് ചെയ്യുമല്ല ഒരു കുട്ടിയെ പോലെയെന്ന്. ബാലവത്, ബാലനെ
പോലെ. ഇനി 3 വരിയാണ് കേട്ടോ. ദേഹേന ദേഹിനോ ജീവാത് ദേഹാദ്ദേഹോഭിജായത്തെ ബീജാദേവ യഥാ ബീജം ദേഹേഭ്യ ഇവ ശാശ്വത ദേഹദേഹ വിഭാഗോയം അവിവേകകൃതപുരാ. എത്ര നല്ല ഉപദേശമാണല്ലേ പിന്നെ ലക്ഷ്മണൻ്റെ വിഭീഷണന്. ദേഹേന ദേഹം കൊണ്ട്, ദേഹിനഃ ജീവാത് ദേഹാത് ദേഹം കൊണ്ട് ദേഹിയായിരിക്കുന്ന, ദേഹി പറഞ്ഞ ആത്മാവാണ്, ദേഹിയായിരിക്കുന്ന ജീവാത്മാവോട് കൂടിയ ദേഹത്തിൽ നിന്ന് ദേഹം അഭിജായതേ ജനിക്കുന്നു. അതായത് ഒരു ദേഹത്തിന് വേറൊരു ദേഹം എല്ലാ ദിക്കിലും ജനിക്കുന്നു. ബീജാത് ഏവ, അതായത് ഒരു വിത്തിൽ നിന്ന് ബീജം യഥാ, വേറൊരു ബീജം അല്ലേ, ഒരു വിത്ത് കുഴിച്ചിട്ടു, അതിൽ ഫലങ്ങളുണ്ടായി, അതിനൊരു വിത്ത് ഉണ്ടാവും. അപ്പോൾ ഒരു വിത്തുനിന്ന് വിത്ത് ഉണ്ടാവണ പോലെയാണ് നമ്മുടെ ദേഹത്തുനിന്ന് വേറൊരു ദേഹം ഉണ്ടാവുക. ദേഹിയുടെ ശക്തി കൊണ്ടാണത്. ദേഹത്തുനിന്ന് വേറൊരു ദേഹം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ അകത്തുള്ള ദേഹിയുടെ ശക്തിയാണെന്ന് പറയാണ്. അതേപോലെ ബീജം എന്ന പോലെ ദേഹേഭ്യ ദേഹങ്ങളിൽ നിന്ന് ശാശ്വത ഇവ എന്നും നിലനിൽക്കുന്നത് തന്നെ അയം ദേഹി ദേഹവിഭാഗ, ഈ ദേഹി ദേഹവിഭാഗം പുരാ ആദ്യം അവിവേകകൃത, അവിവേകത്താൽ ഉണ്ടാക്കപ്പെട്ടതാകുന്നു. എന്താണ് ഇതിൽ പറയണ വെച്ചാൽ, ദേഹം ഉണ്ടാവുമ്പോൾ ദേഹി അതിൻ്റെ ഉള്ളിലുണ്ട്, ദേഹിച്ച ആത്മാവും. ദേഹത്തിൻ്റെ നാശത്തിൽ ദേഹിക്ക് നാശമില്ല, അതില്ല. ദേഹത്തിന് നാശമുണ്ട്, ദേഹിക്ക് നാശമില്ല. ദേഹം ദേഹി എന്ന് പറയാൻ തന്നെ കാരണം എന്താ വെച്ചാൽ ജീവൻ ശാശ്വതമാണ്, ഈ ദേഹോ ജഡാണ്, നശ്വരാണ്. ഈ ദേഹത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ദേഹി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ജീവാത്മാവ്, അത് ശാശ്വതമാണ്. നമ്മുടെ ദേഹമാണ് നശ്വരം. അതായത് ദേഹം ഉത്ഭവിക്കുമ്പോൾ അതോടുകൂടി ജീവനും ഉത്ഭവിക്കുകയോ ദേഹം നശിക്കുമ്പോൾ ജീവൻ നശിക്കുകയോ ചെയ്യണില്ല എന്ന്. ആ ജീവൻ എപ്പോഴും ഉള്ളതാണ്, വേറൊരു ദേഹം എടുക്കണു, അത്രയേ ഉള്ളൂ. ദേഹം ഉണ്ടാവുമ്പോൾ ഈ ജീവൻ ഉണ്ടാവലോ, ദേഹം നശിക്കുമ്പോൾ ജീവൻ നശിക്കലോ അങ്ങനെ ഇല്ല എന്നർത്ഥം. ജീവൻ നിത്യമാണ്. ദേഹത്തിനോടുള്ള ചേർച്ച കൊണ്ട് ജീവന് ദേഹി എന്നുള്ള പേരുണ്ടായത്. അല്ലാണ്ട് ദേഹമായിട്ട് കുറച്ച് ദിവസം ആ ദേഹത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ദേഹി എന്ന് ജീവാത്മാവിന് പേര് വന്നത്. ജീവനോട് ചേർച്ചയുള്ള ദേഹത്തിൽ നിന്ന് എന്നിട്ട് പിന്നെ കുറച്ച് കാലം അതിലിരിക്കുമ്പോൾ അതിൽ നിന്ന് വേറെ ദേഹങ്ങളുണ്ടാവും അല്ലേ. നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ വിത്തുനിന്ന് വിത്ത് ഉണ്ടാവണ പോലെ. അപ്പോൾ അതിങ്ങനെ നമുക്ക് ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു വേറൊരു ദേഹം ഉണ്ടാക്കാനുള്ള ശക്തിയൊക്കെ ആരുടെയാണ്? ദേഹിയുടെയാണ്, ജീവാത്മാവിൻ്റെയാണ്. മൃതശരീരത്തിൽ നിന്ന് ഉണ്ടാവുമോ? ഒരു മരിച്ച് കിടക്കുന്ന ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരം ഉണ്ടാവുമോ? ഇല്ല. എന്താ വെച്ചാൽ അതിൽ ആത്മാവില്ല, ആത്മാവ് പോയി അല്ലേ. അപ്പോൾ വിത്തിൽ നിന്ന് ഒരു വൃക്ഷം ഉണ്ടാവും, പിന്നെ ആ വൃക്ഷത്തിൽ നിന്ന് പിന്നെയും വിത്ത് ഉണ്ടാകുന്ന പോലെയാണ് ഈ ദേഹത്തിനും ജീവനും തമ്മിലുള്ള സംബന്ധം. അതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. എന്താ അറിയോ, ഈ ദേഹത്തിൻ്റെ ഉള്ളിൽ ജീവാത്മാവ് ഇരിക്കൊണ്ടാണ് വേറൊരു ദേഹം ഉണ്ടാവണത്. പക്ഷേ ഈ ജീവാത്മാവ് നിത്യമാണ്. ദേഹം ഉണ്ടാവുമ്പോൾ മാത്രമല്ല, ദേഹം നശിക്കുമ്പോൾ നശിക്കണമില്ല. ഒരു വിത്തുനിന്ന് വേറെ വിത്ത് ഉണ്ടാവണ പോലെ. പിന്നെ മാത്രമല്ല, നമ്മളൊക്കെ രാജാവിൻ്റെ ഉള്ളിലുള്ള ദേഹിയും ഒരു യാചകൻ്റെ ഉള്ളിലുള്ള ആത്മാവും രാജാവിൻ്റെ ഉള്ള ആത്മാവും എല്ലാം ഒന്ന് തന്നെയാണ്. അതായത് നമ്മളതൊക്കെ അജ്ഞാനം കൊണ്ടാണ് എൻ്റെ ദേഹം നമ്മൾ പറയില്ലേ, ദേഹം തന്നെ ഞാനെന്ന തെറ്റായ, അതായത് നമുക്ക് ദേഹാഭിമാനം ഉണ്ടാവണത് തന്നെ അജ്ഞാനാണ്. എന്നിട്ട് പിന്നെ നമ്മളെ സ്വന്തം ദേഹത്തിൽ നിന്ന് ഉണ്ടാകുന്ന നമുക്ക് ഞാൻ എന്നുള്ള വിചാരം തീർച്ചയായിട്ടും അവിവേകം തന്നെയാണ്. അതായത് ഇങ്ങനെ നമുക്കുണ്ടാവണ ഈ ദേഹാഭിമാനം ഉണ്ടല്ലോ, അത് തികച്ചും ഈ അവിദ്യ കൊണ്ട് മായോണ്ടാണ്. ഈ മായ ഇല്ലാതെ ആയാൽ ഈ മിഥ്യാജ്ഞാനം നമുക്കില്ലാണ്ടാവും. നമുക്ക് ഈ ദേഹാഭിമാനം കൊണ്ടാണ് നമ്മളെല്ലാ സുഖദുഃഖങ്ങളും അനുഭവിക്കുന്നത്. ആത്മസ്വരൂപത്തിനെ നമ്മൾ ശരിക്കറിയുമ്പോൾ അജ്ഞാനവും ഈ ദേഹാഭിമാനവും നശിക്കും. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ ലക്ഷ്മണന്.
ദേഹേന ദേഹിനോ ജീവാ ദേഹാ ദേഹോഭിജായതേ. അതായത് ദേഹം ഉണ്ടാവുമ്പോൾ ദേഹിയും ഉണ്ടാവണം എന്നുള്ളത് തെറ്റാണ്. ദേഹി എന്നും ഉണ്ടാണ്. ബീജാദേവ യഥാ ബീജം ദേഹേഭ്യ ഇവ ശാശ്വത. ഒരു വിത്തുനിന്ന് ഒരു വൃക്ഷം ഉണ്ടായി ആദ്യ വിത്ത് ഉണ്ടാവണ പോലെ നമ്മളുടെ ദേഹത്തുനിന്ന് ഈ ജീവാത്മാവിൻ്റെ ശക്തി കൊണ്ട് വേറെ ദേഹം ഉണ്ടായി, വേറെ ദേഹം ഉണ്ടാവണു, പിന്നെ അതിന്ന് വേറെ ദേഹം. അതാണ് ദേഹി ദേഹ വിഭാഗോ യമവിവേക കൃതപുര. പക്ഷെ ദേഹി ദേഹമാണെന്ന് വിചാരിക്കണതാണ് അവിവേകം. വളരെ വലിയ തത്വങ്ങളാണ് കേട്ടോ. നാനാത്വം ജന്മനാശശ്ചാക്ഷയോ വൃദ്ധി ക്രിയാഫലം ദ്രഷ്ടുരാഭാന്ത്യതദ്ധർമ്മ യഥാഗ്നേർദാരുവിക്രിയാഃ ത ഇമേ ദേഹസംയോഗാത് ആത്മനാ ഭാന്ത്യ സദ്ഗ്രഹാത്. നാനാത്വം അതായത് ഭേദഭാവന, അനവധി. ജന്മ ജനനം, നാശം, വൃദ്ധി വളർച്ച, ക്രിയാഫലം കർമ്മബന്ധനം, അഗ്നിയുടെ സംബന്ധത്താൽ ദാരുവിക്രിയായഥ വിറകിൻ്റെ വികാരങ്ങൾ എന്ന പോലെ അഗ്നി തട്ടുമ്പോഴേ അതിലേക്ക് വരാട്ടോ. അതധർമ്മ അതായത് ആരാണ് ആ ആത്മാവിൻ്റെ ധർമ്മങ്ങളല്ലാതിരിക്കുന്ന, ആത്മാവിൻ്റെ ധർമ്മങ്ങളല്ല സുഖദുഃഖങ്ങളൊന്നും. തേ ഇമേ ആ ഇവ അസൽഗ്രഹാത് ദേഹസംയോഗാത്. ഈ അവിദ്യ കൊണ്ടുണ്ടാവുന്ന ഈ ദേഹാഭിമാനം കാരണം ദ്രഷ്ടു സാക്ഷിയുടെ സംബന്ധം നിമിത്തം ആഭാന്തി വിളങ്ങുന്നു. ഈ ദ്രഷ്ടാവ് ദൃശ്യമായിട്ടുള്ള ചേർച്ചുണ്ട്, അതുകൊണ്ടാണ്. അതായത് ശരിക്ക് വെറും ദ്രഷ്ടാവാണ്, അതായത് വെറും വിറ്റ്നസ്സാണ്. പക്ഷേ ഈ വിറ്റ്നസ്സായിട്ടുള്ള ആത്മാവ് ഞാൻ ദേഹാന്ന് വിചാരിക്കുമ്പോഴല്ല ബുദ്ധിമുട്ടുണ്ടാവണം. അതായത് ശരിക്ക് ദേഹവും ആത്മാവും തമ്മിലുള്ള സംയോഗം ശരിക്കില്ലാത്തതാണ്. എന്നാൽ എങ്ങനെയാണ് നമുക്ക് തോന്നണ ചോദിച്ചാൽ, ഉള്ളതാണെന്ന് ആത്മാവിന് എങ്ങനെയാണ് തോന്നണമെന്ന് ചോദിച്ചാൽ, ദേവൻ, മനുഷ്യൻ, പക്ഷി, മൃഗം, അങ്ങനത്തെ ഭേദഭാവന, അതായത് ഭേദം പലതരത്തിലുള്ളത് അല്ലേ. എന്തൊക്കെ ജീവജാലങ്ങളുണ്ട്, ദേവന്മാര്, മനുഷ്യന്മാര്, മൃഗങ്ങള്, പക്ഷികള്, ഇങ്ങനെ ഇതും ഈ ഭേദങ്ങളും നാനാരൂപങ്ങളും ഭേദങ്ങളും. പിന്നെയോ ഇതിലുള്ള ജനിക്കുക, പിന്നെ വളർച്ച അല്ലേ. ജനിക്കുന്നുണ്ട് ജീവികൾ, വളരുന്നുണ്ട്, നശിക്കുന്നുണ്ട്. പിന്നെ സുഖദുഃഖങ്ങൾ തരുന്ന കർമ്മബന്ധനം, ഇതൊക്കെ അതൊക്കെ നമ്മൾ അനുഭവിക്കണ്ടല്ലോ. അത് തോന്നാൻ എന്താ കാരണം എന്ന് എങ്ങനെയാണ് ഇതൊക്കെ ശരിക്കുള്ളതാ തോന്നണത്? ഞാൻ ദേവനാണ്, ഞാൻ മനുഷ്യനാണ്, ഞാൻ വലിയ നല്ല എൻജിനീയറാണ്, ഡോക്ടറാണ്, ഞാൻ പാപിയാണ്, ഇങ്ങനെ ഓരോരുത്തർക്കും തോന്നാൻ എന്താ കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ അജ്ഞാനം മാത്രം. ഞാൻ ആത്മാവാണ് എന്നുള്ള ജ്ഞാനം ഇല്ലാതിരിക്കലാണ്, ഞാൻ ദേഹമാണെന്നുള്ള അജ്ഞാനം. അതായത് ഞാൻ ശരീരമാണെന്ന് അഭിമാനിക്കുന്നതുകൊണ്ടാണ് നമുക്കിതൊക്കെ തോന്നണത്. ഇങ്ങനെ നാനാ തരത്തിലുള്ളതൊക്കെ നമുക്ക് ഉണ്ടെന്ന് തോന്നണതും സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതും കർമ്മഫലം അനുഭവിക്കുന്നതും ഒക്കെ ദേഹാഭിമാനം കൊണ്ടാണ്. അതായത് പിന്നെ അഗ്നിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അഗ്നിക്ക് യാതൊരു പക്ഷഭേദവും ഇല്ല. പക്ഷേ ഇപ്പോൾ ഒരു വിറക്, ചെറിയൊരു കഷ്ണം വിറകാണോ കത്തണ, വലിയൊരു കഷ്ണം വിറകാണോ കത്തണമെന്ന് അഗ്നിക്ക് അതിനെപ്പറ്റി വിചാരമില്ല. പക്ഷെ നമ്മൾ ചെറിയൊരു ഒരു ഈർക്കല കത്തുമ്പോൾ ചെറിയൊരു തീയ പറയും, കുറച്ചുകൂടി വലുത് കത്തുമ്പോൾ വലിയ തീയ പറയും, വലിയ മരം കത്തുമ്പോൾ വലിയ തീയ പറയും. പക്ഷെ തീയെല്ലാം ഒന്ന് തന്നെയാണ്. അതാണ് അഗ്നി പലതരത്തിൽ കത്തണ, തിരി കത്തണത് വേറെ തരത്തിൽ, അതിനൊക്കെ നമ്മൾ അങ്ങനെയാണ് തീയ പറയും. പക്ഷേ ആ നമ്മൾ കാണുന്ന ധർമ്മം തീയനില്ല, ദ്രഷ്ടാവിനില്ല. വിറക് വളഞ്ഞിട്ടാണ്, വട്ടത്തിലാണ്, വളരെ തിന്നിലാണ്, അല്ലെങ്കിൽ ഭയങ്കര തടിയുള്ള കഷ്ണമാണ്, ഇതൊക്കെ ആ അഗ്നിയെ ബാധിക്കുന്നില്ല. അഗ്നി കത്തിക്കൊണ്ടിരിക്കും. അഗ്നിയുടെ ധർമ്മമല്ല. അഗ്നിയുടെ ധർമ്മം എന്താ? കത്തുക, ചൂട് നൽകുക. അതൊന്നും ഈ വിറകിൻ്റെ ഓരോ കഷ്ണത്തിൻ്റെയും വലിപ്പം അനുസരിച്ചിട്ടൊന്നുമല്ല. അഗ്നിയുടെ ഒരൊറ്റ ധർമ്മമേ ഉള്ളൂ അഗ്നിക്ക്, അത് കത്തുക, ചൂട് നൽകുക.
പക്ഷെ നമ്മൾ വലിയ അഗ്നി കാണുമ്പോൾ വലിയ തീയ പറയില്ലേ, അതേപോലെയാണ് അന്ധക്കരണത്തിൽ നമ്മുടെ ഉള്ളിലുള്ള സുഖദുഃഖാദി വികാരങ്ങളെ പ്രകാശിപ്പിക്കുന്ന ആത്മാവിൽ ആ വക ഒരു വികാരവും ഇല്ല, ഒന്നുമില്ല, ആത്മാവിനൊന്നുമില്ല. പക്ഷേ ആത്മാവ് ആണ് ഞാൻ എന്നതിന് പകരം ഞാൻ ദേഹമാണെന്ന് എന്ന് വിചാരിക്കണു, അപ്പം ഇതൊക്കെ അനുഭവിക്കണം. എന്നുവെച്ചാൽ ശരിക്കും ആത്മാവാണ് നമ്മൾ, പക്ഷെ ദേഹാഭിമാനം വരുമ്പോൾ ഇതൊക്കെ അതിൽ വരികയാണ് എന്നാണ് പറഞ്ഞത്. നാനാത്വം ജന്മനാശശ്ചാക്ഷയോ വൃദ്ധി ക്രിയാഫലം. അല്ലേ, ഒരു വികാരങ്ങളും ഇല്ല ആത്മാവിന്. ദ്രഷ്ടുരാഭാന്ത്യതദ്ധർമ്മ യഥാഗ്നേർദാരുവിക്രിയാ. അഗ്നിയുടെ ധർമ്മം എപ്പോഴും ഒരുപോലെയാണ്, അതുപോലെ തന്നെയാണ് ആത്മാവിന് ഇതൊന്നും ബാധിക്കുന്നില്ല. പക്ഷെ നമുക്ക് തോന്നണത് എന്തുകൊണ്ടാണ്? നമ്മൾ അവിദ്യ കൊണ്ട്. തൈമേ ദേഹസംയോഗാത് ആത്മനാ ഭ്രാന്ത്യ സദ്ഗ്രഹാത്. ആത്മാവും ദേഹവും കൂടി ചേർന്നിട്ട് നമ്മളെ ദേഹം എന്ന് വിചാരിക്കുമ്പോഴാണ് അതൊക്കെ ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഇതും കൂടി ചെയ്യാമെന്ന് വിചാരിക്കുക. 19-20 കൂടി 3 വരിൻ്റെ കേട്ടോ. പ്രഭാ യഥാ തഥാ നാനാധ്യായതോസൽ സദാഗ്രഹാത് പ്രസുപ്തസ്യാനഹം മാനാ തഥാ ഭാതി ന സംസൃതി ജീവതോപി തഥാ തദ്വദ്വിമുക്തസ്യാനഹം കൃതേഃ തസ്മാൻ മായാ മനോമാത്രം ജഹ്യഹം മമതാഭ്രമം. എല്ലാം തത്വം കേട്ടോ. പ്രഭ ഒരു തണ്ണീർ പന്തല്ലേ, യഥ, എത്ര നല്ല ഉദാഹരണം, എനിക്കിത് വലിയ ഇഷ്ടമാണ്. തണ്ണീർ പന്തല്ലേ, യഥ ഇപ്രകാരം, തഥാ അപ്രകാരം, അസ്ത അസത്തായതിനെ സദാഗ്രഹാത് സത്തെന്ന്, അസത്തായതിനെ സത്താന്ന് മനസ്സിലാക്കുന്ന ഹേതുവായിട്ട് നാനാധ്യായത, ഈ നാനാത്വം നമുക്ക് അനുഭവപ്പെടുന്നു, അത് പ്രകാശിക്കുന്നു. ജീവത അഭി പ്രസുപ്തസ്യ, ജീവനായിരിക്കുന്നുവെങ്കിലും ദൃഢമായി ഉറങ്ങുന്നവന് അനഹം മാനാത്, ഞാനെന്നുള്ള അഭിമാനമില്ല സുഷുപ്തിയിലെ. സംസാരഹ ന ഭാതി, നമുക്ക് ഈ ലോകമില്ല. ഉറങ്ങണ ഒരാൾക്ക് ഡീപ്പ് സ്ലീപ്പിൽ കേട്ടോ, സുഷുപ്തിയിലുള്ള ഒരാൾക്ക് ഈ ലോകമില്ല. രാജാവാണെന്നോ യാചകനാണെന്നോ സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ ഒന്നും ഉറങ്ങണ ആൾക്കില്ല. അപ്പോൾ അനഹങ്കൃതെ, അഹമെന്ന ഭാവത്തോട് കൂടാതിരിക്കുന്ന വിമുക്തസ്യ, അതിന്ന് വിമുക്തനാണ്. തഥാ സംസാരഹ ന ഭാതി, അപ്പോൾ ലോകമില്ല സുഷുപ്തിയിലെ. തസ്മാത്, അതുകൊണ്ട് മായാമനോമാത്രം, മായ കൊണ്ടും മനസ്സിൽ മാത്രം ഉള്ളതുമായ മമതാഭ്രമം, എൻ്റേതെന്നുള്ള ഭ്രമത്തെ ജഹി, ഉപേക്ഷിച്ചാലും. എത്ര നല്ലൊരു ഇതാണ്. എന്താ പറയണ വെച്ചാൽ, എങ്ങനെയാണ് ഈ സംസാരം ഉണ്ടാവണമെന്നാണ് പറയണത്, എങ്ങനെ നശിക്കുന്നു എന്ന് പറയണം. എന്താ അറിയോ, ഈ സംസാരം ഉണ്ടാവണതും ഇല്ലാണ്ടാവണതും തണ്ണീർ പന്തൽ പോലെയാണെന്ന് പറയാമെന്ന്. എന്താ അറിയോ കാരണം, ഒരു തണ്ണീർ പന്തലുണ്ട്, ആരുമില്ല അവിടെ, ധാരാളം വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്, ആർക്കെങ്കിലും വഴിപോക്കർക്ക് കഴിക്കാനായിട്ടേ. അപ്പോൾ ചില സമയത്ത് അനവധി ആൾക്കാർ ഒന്നിച്ച് പോകുമ്പോൾ അവരെല്ലാവരും കൂടി അവിടെ വരും, പല ദിക്കിന്ന് വരുന്നുണ്ടാവും. അപ്പോൾ അവരെല്ലാവരും ആ തണ്ണീർ പന്തലിൽ തിങ്ങിക്കൂടും. എന്നിട്ട് എല്ലാ ജലം അവിടുന്ന് കുടിക്കും. കുറച്ച് നേരം അവർ ഒപ്പമൊക്കെ വർത്തമാനം പറയും. പല ദിക്കിന്ന് വരുന്നവരാവും, ഒരു ദിക്കുന്ന ഒരാൾ, വേറെ ദിക്കുന്ന ചിലപ്പോൾ 2 ആളുണ്ടാവും. അവരെല്ലാവരും കൂടി ഈ തണ്ണീർ പന്തലിൻ്റെ അവിടെ എത്തും. എന്താ വെച്ചാൽ വെള്ളം ഉണ്ടെന്ന് അറിയാം, അവിടെ തണ്ണീർ പന്തൽ ഉണ്ടെന്ന് അറിയാം. എല്ലാവരും കൂടി കൂടും കുറച്ച് നേരം. എന്നിട്ട് ജലം കൊടുക്കണ ആളും ജലം വന്ന് കുടിക്കാൻ, എന്നിട്ട് കുടിക്കും. കുടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കുടിച്ചു പോയി കഴിഞ്ഞാൽ ഈ ജലം കൊടുക്കണ ആളെ അവിടുന്ന് പോവും. അപ്പോൾ ഒന്നുമില്ല അവിടെ. പിന്നെ അവിടെ എന്താ ഉള്ളത്? ആ ഒരു തണ്ണീർ പന്തൽ മാത്രം. ഇതുപോലെയാണ് ഈ ലോകത്തിന് ഒരു കെട്ടിടമായിട്ട് നമ്മൾ കാണുകയാണ് വെച്ചാൽ, അഹങ്കാരമാണ് അവിടെ ആരാ ഇതൊക്കെ കൊടുക്കണ ആള്. പിന്നെയോ ഈ രാഗദ്വേഷായതി വൃത്തികളാണ് അത്ര വഴിപോക്കരായിട്ട് വരണത്. പിന്നെയോ വിഷയം, അതായത് നമുക്ക് ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള വിഷയരസം ഉണ്ടല്ലോ, അതാണ് അത്ര ജലം. പിന്നെ ജലത്തെ, അത് ജലം അവിടെ
പിന്നെ എന്താണ് സംഭരിച്ച് പിന്നെ അത് കൊടുക്കാനൊരാളും ഉണ്ടച്ചോട്ടെ, എന്നാൽ പിന്നെ സംസാരമുണ്ടായി. അതായത് ഇവരെല്ലാം പോയാൽ ഇന്ദ്രിയങ്ങളും ഈ അഹങ്കാരവും ഈ വിഷയവും ഒക്കെ പോയാൽ പിന്നെ സംസാരം ഒഴിഞ്ഞു. ഇതാണ്, അതായത് വന്നവരൊക്കെ വെള്ളം കുടിച്ച് പോയി കഴിഞ്ഞാൽ വെള്ളം കൊടുക്കണ ആളും കൂടിയും പോയാൽ അവിടെ പിന്നെ വെറും തണ്ണീർപ്പന്തലും മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെയാണെന്ന് പറയാണ്. നമ്മളൊക്കെ അഹംഭാവവും ഈ പിന്നെ എന്താണ് അഹങ്കാരം ഉള്ളപ്പോൾ മാത്രമേ ഈ രാഗദ്വേഷാദി കാരങ്ങൾ കൊണ്ടുള്ള ഈ സംസാരം നമുക്ക് തോന്നുള്ളൂ. ഞാൻ ഈ ദേഹമാണെന്ന് വിചാരിക്കുന്ന ആ അഹങ്കാരം ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് ഈ ലോകം ഉള്ളൂ. ആ അഹം എന്നുള്ള ഭാവം ഇല്ല എന്നാൽ ഈ ലോകമില്ല. അപ്പം നമ്മൾ ആ നിത്യാനന്ദ സ്വരൂപനായിട്ടുള്ള ആത്മാവായി മാറും. നമുക്ക് ഈ ദേഹാഭിമാനം മുഴുവൻ നശിച്ചാൽ നമ്മൾ ആത്മാവാണെന്ന് അറിഞ്ഞാൽ പിന്നെ എന്നും ആനന്ദമേ ഉള്ളൂ. അതുപോലെ ആത്മസാക്ഷാത്കാരം നിമിത്തം നമുക്ക് ആ അഹങ്കാരം നമുക്ക് മുക്തി കിട്ടും. ഞാൻ എൻ്റെ എന്നുള്ള രൂപത്തിലുള്ള ഈ സംസാരം ഇല്ലാതെയാവും. അതുകൊണ്ട് ഉള്ളതിനെ, അതായത് ശരിക്കുള്ളതിനെ ഇല്ലാത്തതുപോലെയും ഇല്ലാത്ത ഈ സംസാരത്തിനെ ഉള്ളതുപോലെയും പ്രകാശിപ്പിക്കുകയാണ് മായയ്ക്ക് പണി. മായയുടെ പണി അതാണ്. ഇല്ലാത്തതിനെ ഉണ്ടാ തോന്നിക്കുക, ഉള്ളതിനെ ഇല്ലാത്ത തോന്നിക്കുക. എന്താ അർത്ഥം? ശരിക്കും നമ്മൾ ആത്മാവാണ്, അതല്ലാന്ന് ആത്മാവിനെ മറയ്ക്കും. എന്നിട്ടോ ആത്മാവിൻ്റെ സ്ഥാനത്ത് ഈ ദേഹത്തിനെ വെച്ചിട്ട് ഇത് ഞാനാണെന്ന്. അതാണ് മായയുടെ ബുദ്ധിമുട്ടേ. ഉള്ളതിനെ ഇല്ലാത്തതുപോലെയും ഇല്ലാത്തതിനെ ഉള്ള പോലെയും പ്രകാശിപ്പിക്കുകയാണ് മായയുടെ പണി. അപ്പം അതനുസരിച്ചാണ് മനസ്സും. അങ്ങനെയാണ് നമുക്ക് ഈ സംസാരം ഉള്ളതാണെന്ന് തോന്നണത്. ഏത് നിമിഷമാണ് നമുക്ക് ആത്മാവാണ് ഞാൻ നമുക്ക് അനുഭവമാണ്, ആ സമയം നമുക്ക് ഇതിന്ന് മുക്തി ലഭിക്കും സംസാരത്തിൽ നിന്ന് എന്നാണ് പറഞ്ഞ്. ഇതൊക്കെ നമ്മളിപ്പോൾ കുറേ പറയണതാണ്, എന്നാലും പിന്നെയും പറയാണ്. എത്ര പ്രാവശ്യം ഈ തത്വജ്ഞാനി തന്നെ വന്നുവല്ലേ. ഇനി നമ്മളിത് വായിച്ച് നിർത്താം. പ്രഭായഥാ തഥാ നാനാധ്യായതോസൽ സദാഗ്രഹാത് പ്രസുപ്തസ്യാനഹം മാനാത്തതാ അഹം മാനാത്തതാ ഭാതിന സംസൃതി ജീവതോപി തഥാ തദ്വദ്വിമുക്തസ്യാനഹംകൃതേ തസ്മാൻ മായാ മനോമാത്രം ജഹ്യഹം മമതാഭ്രമം. അപ്പോൾ 20 കഴിഞ്ഞ് നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.